ഗാസ നഗരം മുഴുവനായി പിടിച്ചെടുക്കുമെന്ന നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാതെ ഇസ്രായേൽ വടക്കൻ ഗാസയിൽ കഴിയുന്ന പാലസ്തീനുകളോട് ഉടൻ തന്നെ നഗരം വിട്ടു പോകണമെന്ന കർശനമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഗാസ സിറ്റിയിൽ തീവ്രമായ കരസേനാ നടപടികൾ നടത്തുമെന്നും ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി എന്നതാണ് ഹമാസ് ഇപ്പോൾ വാദം ഉന്നയിക്കുന്നത്. എന്നാൽ നെതന്യാഹുവിന്റെ ഭീഷണിയെ മുഖവിലയ്ക്ക് എടുക്കാതെ തന്നെ ഹമാസ് ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും നടന്ന ഈ ആക്രമണത്തെ ഹമാസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സാഡിസത്തിന്റെയും കുറ്റകൃത്യത്തിന്റെയും ഏറ്റവും ഹീനമായ ചിത്രത്തിൽ ഒന്നാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഹമാസിന്റെ 20-ലധികം നേതാക്കളെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയ റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു. ഈ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ സ്പെയിൻ രംഗത്ത് വരികയും ചെയ്തു. ഇസ്രായേലിനെതിരെ സമ്പൂർണ്ണ ആയുധ ഉപരോധം ഏർപ്പെടുത്തുന്നതിനുള്ള കടുത്ത നടപടിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗാസയിൽ നടക്കുന്ന വംശഹത്യ അവസാനിപ്പിക്കുമെന്നും പാലസ്തീൻ ജനതയ്ക്ക് പിന്തുണ നൽകുന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് തങ്ങൾ ഈ നീക്കം നടത്തുന്നതെന്നാണ് സ്പെയിൻ പ്രധാനമന്ത്രി കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് ഹമാസിനെ നിരായുധരാക്കുക എന്നതാണ് എന്നും, എന്നാൽ ഹമാസ് ദിനം പ്രതി ഗാസയിലെ ജനങ്ങൾക്കുൾപ്പെടെ തന്നെ ദോഷം ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം പോലും ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവർ വലിയ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. പിന്നാലെ തന്നെ സാധാരണക്കാരായ 19 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ യുദ്ധം തുടങ്ങി ഇതുവരെയും 60,000-ലധികം പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 4 പ്രാവശ്യത്തിലധികം വെടിനിർത്തൽ കരാർ വന്നെങ്കിൽ പോലും ഹമാസ് അതിൽ വഴങ്ങാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുക എന്ന ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഇപ്പോൾ നെതന്യാഹു നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ശരിക്കും ഗാസയിലെ ജനങ്ങളുടെ സംരക്ഷണം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അദ്ദേഹം അവരോട് താൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ ഇപ്പോൾ ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നതിന് പിന്നിൽ കാരണങ്ങൾ മറ്റൊന്നാണ്. കഴിഞ്ഞ ദിവസം നടന്ന ജെറുസലേമിലുണ്ടായ വെടിവെപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ ഗാസ സിറ്റിയെ ഉടൻ പിടിച്ചെടുക്കുന്നുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ഉണ്ടായ വെടിവെപ്പിൽ ഏകദേശം 6 പേർക്ക് ജീവൻ നഷ്ടമായി. ഗർഭിണികളടക്കം മിക്കവരും ഇതിൽ പരിക്കേറ്റിട്ടുണ്ടായ വിവരങ്ങളടക്കം പുറത്തുവരുന്നു. ഇവിടെ ആക്രമണം നടത്താൻ എത്തിയവർ 2 പേർ തോക്കുധാരികളാണെന്നതാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അതുപോലെ ഇവരെ 2 പേരെയും തിരഞ്ഞു പിടിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയതായി തന്നെ ഇപ്പോൾ IDF സേന വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ അക്രമകാരികളുടെ നടപടിയെ തങ്ങൾ അഭിനന്ദിക്കുന്നു എന്നതായിരുന്നു ഹമാസ് വ്യക്തമാക്കിയത്. ഇതിലൂടെ തന്നെ വളരെയധികം വ്യക്തമാണ് എത്രമാത്രം ഈ പ്രവൃത്തിയിൽ ഹമാസ് ആനന്ദം കണ്ടെത്തുന്നു എന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടിയെ അതിനോടുള്ള സ്വാഭാവിക പ്രതികരണമാണ് എന്നതും ഹമാസ് വെടിവെപ്പിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രാദേശിക സമയം രാവിലെ 10:15 ഇവിടെ ജെറുസലേമിന്റെ ചില പ്രദേശങ്ങളിൽ തോക്കുധാരികൾ 2 പേർക്ക് നേരെ വെടിയുതിർക്കുന്നത്. അതുപോലെ തന്നെ കൊല്ലപ്പെട്ട അക്രമകാരികളുടെ കയ്യിൽ നിന്നും സ്ഫോടക വസ്തുക്കളും കത്തികളും കണ്ടെത്തിയതായും ബന്ധപ്പെട്ടവരെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗാസ സിറ്റിയിൽ ഇന്ന് മാത്രം 32 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.